ഇതിനു ഇതാണ് ഒരു പ്രതിരോധമായി ബി.ജെ.പി. ആവർത്തിച്ച് പറയുന്ന കാര്യം. കോൺഗ്രസ് അംഗീകരിച്ചിട്ടുണ്ടല്ലോ സവർക്കറെ എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ പ്രതിരോധമൊന്നുമല്ല, അല്ല, നിങ്ങൾ ആവർത്തിച്ച് പറയാറുള്ള പ്രതിരോധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായി വരുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രതിരോധ മാർഗം എന്നാണ് ഉദ്ദേശിച്ചത്. പ്രതിരോധമായി നിങ്ങൾ തിരിച്ചു പറയുന്ന വാദം എന്നാണ് ഉദ്ദേശിച്ചത്. ദിനു, ഇതാണ് സ്ഥിരമായി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സവർക്കർ ഗാന്ധി വധത്തിലെ പ്രതി എന്ന് പറഞ്ഞതിന് രാഹുൽ ഗാന്ധി കയറി ഇറങ്ങുകയാണ് കോടതികൾ, അറിയാമല്ലോ. കോടതി എന്താണ് തിരിച്ചു പറഞ്ഞതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ സവർക്കറെ ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ പോസ്റ്റർ ഇറക്കിയതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാൻ തക്ക അവസ്ഥയിലേക്ക് ബി.ജെ.പി. എത്തുകയാണ്, കേന്ദ്ര നേതൃത്വം എത്തുകയാണ്, സർക്കാർ എത്തുകയാണ്. അവർക്ക് എന്തും വ്യാഖ്യാനിക്കാം, ചരിത്രത്തെ മാറ്റി എഴുതാം, ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് പ്രസംഗിക്കാം. അതിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇവിടെയില്ല. ആ തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ചിരിക്കുന്നു. ഞാൻ ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈയിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബൂത്തിനകത്ത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി മരണപ്പെട്ട ആളുകളുടെയൊക്കെ ഫോട്ടോ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുകയും ആ ഫോൾഡറിൻ്റെ അകത്ത് നിന്ന് അറിയാതെ ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോസ്റ്ററിൽ ഇട്ടതാവാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ എന്താണ് സവർക്കർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ, ആ പോസ്റ്ററിൽ ഗാന്ധിയേക്കാൾ വലുപ്പത്തിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്ത മഹത്തായ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമര കോൺട്രിബ്യൂഷൻസ് നമ്മൾ മറക്കാൻ വേണ്ടി പാടില്ല. എന്തൊക്കെയാണ് ആ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അദ്ദേഹം വളരെ കൃത്യമായിക്കൊണ്ട് 50 വർഷം തടവ് എന്ന് പറയുന്നു. പക്ഷേ അതിൽ 37 വർഷമായി ആ തടവ് കുറയാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ ആൻഡമാനിലെ ജയിലുകൾക്കകത്ത്, സെല്ലുലാർ ജയിലുകൾക്കകത്ത് ജീവൻ ഒടുക്കേണ്ടി വന്നിട്ടുള്ള, അവിടെ നിന്ന് ഈ പറയുന്ന സവർക്കർ ചെയ്ത പോലെ തന്നെ മേഴ്സി പെറ്റീഷൻസ് അയച്ചിട്ട് പോലും പിന്നീട് തുടർച്ചയായി രാജ്യസ്നേഹത്തോടു കൂടി രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ പേര് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ചക്രവർത്തി ചത്താർ സിംഗ്, ബാബെ ഗുരുമുഖ് സിംഗ് അടക്കമുള്ള ആളുകൾ, അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇന്ദു ഭൂഷൺ റോയ് അടക്കമുള്ള ആളുകൾ, അലാമ ഫസ്ലി ഹക്കിനെ പോലെ അവിടെ നിന്ന് മരണം വരിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ, മൗലാന ലിക്കായത്ത് അലിയത്തെ പോലെ സെല്ലുലാർ ജയിലിൽ കിടന്നു മരിച്ച മനുഷ്യന്മാർ, ഗദാർ റവല്യൂഷണറികൾ, ഇങ്ങനെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു ജയിലാണ് ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്നത്. പക്ഷെ ആ ജയിലിൽ വെച്ചുകൊണ്ട് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പ്രധാനമെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് പകരം ഞാൻ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിക്കൊണ്ട് മാപ്പെഴുതി പുറത്തു വന്ന ഒരാളാണ് സവർക്കർ എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതിൽ 30 മാർച്ച് 1920 ചീഫ് കമ്മീഷണർ എഴുതിയ ഒറ്റ കത്ത് നമ്മൾ പരിശോധിച്ചാൽ മതി. ലോയലി കോപ്പറേറ്റ് വിത്ത് ബ്രിട്ടീഷ് എന്ന് വളരെ കൃത്യമായി പറയുകയും ബ്രിട്ടീഷുകാരുടെ കൈകളിൽ സ്നേഹത്തിന്റെ ബന്ധം, ബഹുമാനം, പരസ്പര ബഹുമാനം എന്നുള്ളതൊക്കെ ഞാൻ നൽകുമെന്നും ഇന്ത്യക്കാരല്ല എന്നതിനാൽ ഒരു വംശത്തോടും എനിക്ക് വെറുപ്പില്ലെന്നും ഇതൊരു പുതിയ ജന്മമാകട്ടെ എന്നും ആ പുതിയ ജന്മത്തിൽ ഐ വിൽ ബി പേഴ്സണലി അറ്റാച്ച് ആൻഡ് പൊളിറ്റിക്കലി യൂസ്ഫുൾ ഇൻ ഫ്യൂച്ചർ എന്ന് വളരെ കൃത്യമായി എഴുതി കൊടുത്ത ആളാണ് സവർക്കർ എന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഞാൻ നല്ല സ്വഭാവം കാണിച്ചിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ട ബ്രിട്ടീഷ് അധികാരികളെ എന്നും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസ്ലി ബോണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് 1913 നവംബർ 14 റെജിനാൾഡ് ക്രാറ്റ്ഡോക്കിനും അദ്ദേഹം നടത്തിയുള്ള പരാമർശങ്ങൾ നമുക്കറിയാം. ആ ജയിലിനകത്ത് നിരന്തരം ആത്മഹത്യകൾ ഉണ്ടായ സമയത്ത്, ഓരോ മാസവും 3ഓളം ആത്മഹത്യകൾ ഉണ്ടായ സമയത്ത് ത്രൈലോകാനന്ദ് ചക്രവർത്തിയെ പോലുള്ള ആളുകൾ ആ ആത്മഹത്യക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആ സമയത്ത് ഒരിക്കലും ഒപ്പം നിന്നിട്ടില്ലാത്ത ആളാണ്, ഒരു പ്രതിഷേധത്തിലും പങ്കെടുക്കാത്ത ആളാണ് ഈ പറയുന്ന വി.ഡി. സവർക്കറിന്റെ ധീരമായ ചരിത്രം എന്ന് പറയുന്നത്. നോക്കൂ, അദ്ദേഹം മാപ്പെഴുതി കൊടുത്തത് 5 വർഷത്തേക്ക് ഞാൻ ഈ ഒന്നിന്റെ ഭാഗമാകില്ല എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിന്റെ. പക്ഷെ അദ്ദേഹം ഭാഗമായി. എന്തൊക്കെയാണ് ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം നയിച്ച ധീരോജ്വലമായ പ്രവർത്തനങ്ങൾ? പള്ളികൾക്ക് മുമ്പിൽ പള്ളികളിൽ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, വാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന്റെ മുന്നിൽ പാട്ട് വെക്കുക എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ ധീരോജ്വലമായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തത്. ആൻഡമാനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ദൈവം, ഒരു രാജ്യം, ഒരു ലക്ഷ്യം, ഒരു വംശം, ഒരു ജീവിതം, ഒരു ഭാഷ എന്നുള്ള മുദ്രാവാക്യം കൂടെ ചില ആളുകളെ കൊണ്ട് ഓത്തെടുപ്പിച്ചിട്ടാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇവിടെയും തീർന്നില്ല. നോക്കൂ, സുഭാഷ് ചന്ദ്രബോസിനെ വാനോളം വാഴ്ത്തുന്ന ആളുകളാണല്ലോ പലപ്പോഴും RSSും BJPക്കാരും. അവർ മറുപടി പറയേണ്ടതുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് 2ാം വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ ആർമി അടക്കമുള്ള വലിയ ഫോഴ്സ് ഉണ്ടാക്കി ആർമിയിലെ ആയിരക്കണക്കിന് സോൾജിയേഴ്സ് മരിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കണം ആരാണ് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള ആളുകളെ INA ഒറ്റിക്കൊടുത്തതെന്ന്.
ഈ ഹിന്ദു മഹാസഭയുടെ 23-ാം സെഷൻ 1941 നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായി റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളാണ്, ബ്രിട്ടീഷ് ആർമിയിലേക്ക് ആവശ്യമായ റിക്രൂട്ട്മെന്റ് സേനകളെയാണ് ഇവർ പ്രദാനം ചെയ്തുകൊണ്ടേയിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മധുര സെഷനിൽ വളരെ കൃത്യമായി ബോസ് അടക്കമുള്ള ആളുകൾ മുന്നോട്ടേക്ക് വെക്കുന്ന റവല്യൂഷണറി ആക്ടുകളെ ഇവർ കൃത്യമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നേപ്പാൾ രാജാവിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും പ്രകീർത്തിച്ച് നടന്ന ഒരാളാണ്. ആരാണ് ഈ നേപ്പാൾ രാജാവ്? വളരെ കൃത്യമായി ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂർഖകളെ അയച്ച നേപ്പാൾ രാജാവിന്റെ കയ്യിലേക്ക് ഇന്ത്യൻ ഭരണം പോകണമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് വി.ഡി. സവർക്കർ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 2 നേഷൻ തിയറി, ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ വിഭജിക്കുക, മുസ്ലിങ്ങൾക്കും ഇന്ത്യക്കും വേണ്ടി 2 രാജ്യങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് 2 നേഷൻ തിയറി അവതരിപ്പിച്ചപ്പോൾ ഗാന്ധി തന്നെ പരസ്യമായി തള്ളിക്കളഞ്ഞിട്ടുള്ള ആളാണ് ആ ഘട്ടത്തിൽ വി.ഡി. സവർക്കർ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ സവർക്കറെയാണ് വീരെന്ന് വിളിച്ചത് ഗാന്ധിയാണെന്ന് പറയുന്നത്. സവർക്കർക്ക് ഗാന്ധിയെ കണ്ടുകൂടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അരുൺ ഷൂരിയാണ് കേട്ടോ. അരുൺ ഷൂരി വാജ്പേയി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് പറയുന്നു. പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലും അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയസൂര്യൻ. Debate with Smriti Parathikkad.